ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഒരു അടിപൊളി അപ്പാണ് നമ്മൾ റെഡിയാക്കാൻ പോണേ. ഒരു അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ശർക്കരയുടെ മധുരം അനുസരിച്ച് ശർക്കര കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഉരുക്കി എടുത്തിട്ട് വരാം. ശർക്കര ഉരുകി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ബൗളിലേക്ക് 1/2 കപ്പ് ഫൈൻ അരിപ്പൊടി, 1/4 കപ്പ് റവ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, ഒരു നുള്ളു ഉപ്പ്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത് എടുക്കാം. കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ പാകത്തിന് വേണം നമുക്ക് മാവ്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം റവ ആയ കാരണം ഒന്ന് സോഫ്റ്റ് ആവണം. 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് നാളികേരക്കൊത്ത് ചേർക്കാം. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. നാളികേരം ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർക്കാം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ക്യാരറ്റിലെ ഈർപ്പൊക്കെ നല്ലോണം പോയിട്ട് ക്യാരറ്റ് നല്ല ഡ്രൈ ആക്കി എടുക്കണം നമുക്ക്. ക്യാരറ്റ് ഡ്രൈ ആയി. ഇനി നമുക്ക് ഇതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഒന്ന് ലൂസാവും മിക്സ്, അപ്പോൾ ഒന്നും കൂടി നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം. 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയിട്ട് ചേർക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. നാളികേരം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ക്യാരറ്റും നാളികേരം ഒക്കെ നല്ലോണം ഡ്രൈ ആയി. ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ മിക്സ് നോക്കാം. റവ നല്ല സോഫ്റ്റായി. റെഡിയാക്കി വെച്ചേക്കണ ക്യാരറ്റിൻ്റെ മിക്സിന് പകുതി ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഓൾറെഡി നമ്മൾ ക്യാരറ്റിൻ്റെ മിക്സിൽ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്തോളൂ. 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ബാറ്റർ റെഡിയായി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് കേക്ക് ടിന്ന് എടുത്ത് ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞി പാത്രം, ഗ്ലാസ് ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ ബാറ്റർ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് അതിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കണം. എന്നാലേ അപ്പം നമുക്ക് കൂളായിട്ട് കിട്ടുള്ളൂ പുറത്തേക്ക്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസാകരുതിട്ട്, അത്ര കട്ടിയിൽ വേണം. ഇത് ബട്ടർ പേപ്പർ ഇങ്ങനെ തന്നെ വെക്കണം എന്നൊന്നുമില്ല. ബട്ടർ പേപ്പർ വെക്കണം നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് അപ്പം അങ്ങനെ കൂളായിട്ട് എടുക്കാൻ വേണ്ടിയുള്ളതിന് ഞാൻ വെച്ചേക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യാം ഈവൻ ആവാൻ വേണ്ടി. ബാക്കിയുള്ള ക്യാരറ്റിൻ്റെ മിക്സ് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം വേവിക്കാനായിട്ട് വെച്ച് 20 മിനിറ്റായി. നമുക്ക് തുറക്കാം. വെന്തുണ്ടോ നോക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. അപ്പം നല്ലോണം തണുത്തുണ്ട്. നമുക്കിതിന്ന് ഡീമോൾഡ് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിലുള്ള 2-3 ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് 10-20 മിനിറ്റിൽ അടിപൊളി നല്ല ടേസ്റ്റിലുള്ള ഒരു അപ്പം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.